എല്ലാവർക്കും അമ്മൂസ് കളക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. കട്ട് വർക്ക് സാരീസ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാരിയാണ്. അത് ഫംഗ്ഷന് എടുക്കാം, ഡെയിലി വെയറിനായിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു ഉടുത്തോണ്ട് പോകാൻ പറ്റിയ ഒരു സാരിയാണ് കട്ട് വർക്ക് സാരീസ്. ഇപ്പം മാർക്കറ്റിൽ ഇപ്പം മെഷീൻ കട്ട് വർക്ക് ഉണ്ട്, ട്വൈൻ കട്ട് വർക്ക് ഉണ്ട്, എല്ലാ പലതരം കട്ട് വർക്ക്സ് അവൈലബിൾ ആണ്. പണ്ടൊക്കെ അത് കൈകൊണ്ട് തന്നെയായിരുന്നു കട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈകൊണ്ട് എങ്ങനെയാണ് കട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് പണ്ട് ഞാൻ ട്യൂട്ടോറിയലിൽ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കൈകൊണ്ട് ചെയ്ത കട്ട് വർക്ക്സ് അല്ല, മെഷീൻ കട്ട് വർക്ക് സാരീസ് ആണ്. മെഷീൻ കട്ട് വർക്കിൽ ഈ ട്വൈൻ കട്ട് വർക്കും മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നത്. നോർമൽ അല്ലാണ്ട് കട്ട് വർക്ക്സും മെഷീൻ കട്ട് വർക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കട്ട് വർക്ക്സിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. പലർക്കും അറിയത്തില്ല ട്വൈൻ കട്ട് വർക്കും സാധാ കട്ട് വർക്കും ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന്. എന്നുവെച്ചാൽ അതിൻ്റെ റേറ്റിന് ഒത്തിരി വ്യത്യാസമുണ്ട് ട്വൈൻ കട്ട് വർക്കിനും സാധാ മെഷീൻ കട്ട് വർക്കിനും. അപ്പോൾ അതിന് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ്, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു മെഷീൻ കട്ട് വർക്ക് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ സാരി. ഇതൊരു സിൽക്കി കോട്ട മെറ്റീരിയൽ ആണ്, ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്, വളരെ നല്ലൊരു കളർ ഷെയ്ഡാണ്. ഏത് കളർ ടോൺ ഉള്ള ആൾക്കാർക്കും ഈ ഒരു കളർ ഈ പീച്ച് കളർ സ്യൂട്ട് ആവുന്നതാണ്. അപ്പൊ ഇതിന്റെ മുന്താണി ഇതുപോലെയാണ് വരുന്നത്. ഒരു കോർണർ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കോർണറിൽ നിറച്ചും കട്ട് വർക്ക് ആയിട്ടാണ് ഇതിന്റെ മുന്താണി വരുന്നത്. അത് ഒരു സൈഡ് മുന്താണിയാണ്, ബാക്കി സൈഡിൽ ബോർഡറിൽ വർക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ബോർഡർ വൈസ് ഫുള്ളും കട്ട് വർക്ക് ചെയ്തിട്ടാണ്. ഇത് നോർമൽ മെഷീൻ കട്ട് വർക്ക് ആണ്. ഈ മെഷീൻ കട്ട് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ വരച്ചിട്ട് അതിന്റെ മേലിൽ മെഷീനും കൊണ്ട് ഇതുപോലെ ഫുള്ളും വർക്ക്, സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയാം, നമ്മൾ കൈകൊണ്ട് തയ്ക്കുമ്പോൾ മെഷീനിൽ ആ സാറ്റിൻ സ്റ്റിച്ച് ഫുള്ളും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയോ നമുക്ക് ഹോൾസ് വേണ്ടേ അവിടെയൊക്കെ നമ്മൾ തുണി കരിച്ച് കളയുവാണ് ചെയ്യുന്നത്. കരിക്കാൻ പല മെത്തേഡിൽ കരിക്കും. ചിലവർ അയൺ റോഡ് വെച്ചിട്ട് കരിക്കും, അല്ലെങ്കിൽ ചിലവർ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും മൊസ്കിറ്റോ കോയിലും കൊണ്ട് കരിക്കുന്നുണ്ട്, നമ്മൾ ചന്ദനത്തിരിയും കൊണ്ട് കത്തിച്ച് കളയും. അങ്ങനെ പല രീതിയിലും നമുക്ക് ആ മെറ്റീരിയൽ കത്തിച്ച് കളയാം. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കട്ട് വർക്ക് ചെയ്യുന്നത്. ആദ്യം മെഷീൻ വെച്ച് ഫുൾ വർക്ക് ചെയ്തിട്ടാണ് തുണി നമ്മുടെ സാരി കരിച്ച് കളയുന്നത്. അപ്പൊ നമ്മളിവിടെ ഇതിൻ്റെ അത് ചെയ്യുമ്പോൾ കട്ട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഫോള് വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത്. ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഫുൾ ബോർഡറിലും എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ റേറ്റ് വരുന്നത് 3750 ആണ് ഇതിന്റെ റേറ്റ്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ്, സ്ലീവിലും ഇതുപോലെ തന്നെ വർക്ക് ഉണ്ട്. അപ്പൊ ഇത് ഞാനിത് വെച്ച് കാണിക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതുപോലെയാണ് അതിന്റെ സാരി ഉടുത്താൽ നമ്മൾ വൺ ലെയർ ഇടണമെങ്കിൽ ഇതുപോലെ വരും കട്ട് വർക്ക്. അടിയിൽ ബ്ലൗസ് സെയിം കളർ ആയതുകൊണ്ട് ഇതുപോലത്തെ ഹോൾസിൽ പീച്ച് തന്നെ വന്നോളും, ബ്ലൗസിന്റെ കളർ തന്നെ വരും. ഇതുപോലെ ഫുൾ ബോർഡറിലും വർക്ക് ഉണ്ട്. അഴിച്ചിടുവാണെങ്കിൽ ഇതുപോലെയാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ നല്ല ഹെവി വർക്കാണ്. ഇതൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം. നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം പാർട്ടി വെയർ ആയിട്ട് നല്ല ഭംഗിയാണ്, എല്ലാവർക്കും സൂട്ട് ആവുന്ന കളറുമാണ്. ഇതിന്റെ ബ്ലൗസ് പീസിലും ഇതുപോലെ തന്നെ സ്ലീവിന്റെ പടിയിൽ നിറച്ച് എംബ്രോയിഡറി ആണ്. ഇതുപോലത്തെ സാരീസ് വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി പ്രീ ഓർഡർ സെക്ഷനിൽ ചെയ്യാവുന്നതാണ്. www.ammuscollections.com എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് കട്ട് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. മിനിമം 2 months ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് ആദ്യത്തെ സാരി. ഇതിപ്പോ നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ വർക്ക് എങ്ങനെയാണ്. ഇതിന്റെ ഈ ഒരു വർക്കും ട്വൈൻ കട്ട് വർക്കിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സൂം ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് മെഷീൻ വെച്ചിട്ട് ഫുള്ളും സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ളും സാറ്റിൻ ചെയ്തിട്ട് ഇവിടെയൊക്കെയാണ് നമുക്ക് ഹോൾസ് വേണ്ടത്. ആ ഹോൾസിലൊക്കെ നമ്മൾ അയൺ റോഡും കൊണ്ട് കത്തിച്ച് കളയുവാണ്, സാരി കത്തിച്ച് കളയുവാണ്. ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഫുള്ളും ഈ കട്ട് വർക്ക് ചെയ്യുമ്പോൾ നല്ല വെയിറ്റിൽ, ഇത്രയും ത്രെഡ് വർക്ക് അല്ലേ വരുന്നത്. അപ്പോൾ വെയിറ്റ് ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ വേറൊരു തുണി അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ തയ്ക്കുന്നത് മുഴുവനും. അപ്പം അടിയിൽ കട്ടി കിട്ടും. ഇവിടെ നോക്കി, ഇതിൻ്റെ ബാക്കിൽ സാരിയുടെ ഫ്രണ്ടിലുള്ള സാരിയുടെ തുണി അല്ലല്ലോ ബാക്കിലിരിക്കുന്നത്, വേറൊരു തുണി ഫുള്ളും അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ വർക്ക് മുഴുവനും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഹോൾസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് കട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കട്ട് വർക്ക് സാരീസിന് കുറച്ച് ഇത്രയും ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ട് ഇത്തിരി വെയിറ്റും ഉണ്ടാകും. ഇത്രയും ഹെവി വർക്ക് ആയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പം ഇതാണ് മെഷീൻ കട്ട് വർക്ക്. അടുത്തത് നമ്മൾ കാണാൻ പോണ മെഷീൻ കട്ട് വർക്ക് തന്നെയാണ്, പക്ഷെ ട്വൈൻ ഇട്ടിട്ടാണ് കട്ട് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്.
ഇത് നിങ്ങൾ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം, കാണുമ്പോൾ അറിയാം ഇതിന്റെ തീരെ തിന്നായിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ തുണി അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ട്വൈൻ വെച്ചിട്ട്, ഒരു ട്വൈൻ എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയുള്ള നൂലാണ്, ആ ട്വൈൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഹണികോം പോലത്തെ ഈ പാറ്റേൺ വേണ്ടത്, ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ രീതിയിൽ വെച്ചിട്ട് നമ്മുടെ മെഷീൻ ആ ട്വൈൻ്റെ മേളിൽ, ആ നൂലിൻ്റെ മേളിൽ കൂടിയാണ് മെഷീൻ തയ്ക്കുന്നത്. തയ്ക്കുമ്പോൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ആ ട്വൈൻ്റെ മേളിൽ കൂടെ തയ്ക്കും. അങ്ങനെയാണ് ഇത് തയ്ക്കുന്നത്. അപ്പം ഇത് ചെയ്യാൻ കുറേ സമയമെടുക്കും. മറ്റേത് വെച്ച് നോക്കുമ്പോൾ മറ്റേത് ഒറ്റയടിക്ക് തുണിയുടെ മേളിൽ അങ്ങ് തയ്ച്ചു പോകുന്നു, അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയും. ഇതങ്ങനെയല്ല, ഒരു ട്വൈൻ വെച്ച് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കുറേ സമയമെടുക്കും തയ്ച്ചു തീരാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാരീസ് നമുക്ക് പ്രീ ഓർഡർ ചെയ്യണമെങ്കിൽ പല പാറ്റേൺസും ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അത് പ്രീ ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 2 മാസം എന്നുള്ളത് ഒരു 2.5 to 3 months ചിലപ്പോൾ എടുക്കും കംപ്ലീറ്റ് ചെയ്ത് വരാൻ. അപ്പം ഇതും നിങ്ങൾക്ക് ഇങ്ങനത്തെ സാരീസ് വേണമെങ്കിൽ, ഈ ഒരു സാരി വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ വരുന്നത്. ഫുൾ ബോർഡറിൽ ഇതുവരെ സ്കാറ്റർ ചെയ്തിട്ട് ഈ ഒരു മോട്ടീവ്സ് വരുവാണ്. സീ ഗ്രീൻ കളറിലാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ സെയിം കളർ കൊണ്ടാണ് ഫുൾ സാരി 2 സൈഡും 2 ബോർഡറും സ്കാലപ്പ്, ഫുൾ സാരി സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഈ സ്കാലപ്പ് ചെയ്യുന്നത് സെയിം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതും നമ്മൾ അതുപോലെ തന്നെയാണ് കട്ട് വർക്കും ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ബോർഡറിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ ഡിസൈൻ പോയേക്കുവാണ്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 68 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ഇങ്ങനത്തെ മോട്ടീവ്സ് ഉള്ളത്. ബോട്ടം പ്ലീറ്റ്സിലും എല്ലായിടത്തും ഈ ഒരു പോർഷനിലും ഇതുപോലെയുണ്ട്. ഞാനിത് വെച്ച് കാണിച്ചു തരാം. പിന്നെ സൂം ചെയ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് എന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പം അതെ, ഇതുപോലെയാണ് സാരി വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നത്. അപ്പം എൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ കളറും ഇതിൻ്റെ കളർ വർക്കിൻ്റെ കളറും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ബോർഡറിൽ കൂടെ ഇതുപോലെ കട്ട് വർക്ക് ഉണ്ട്, 2 സൈഡിൽ ബോർഡർ. ഈ ബോർഡറിലും അതുപോലെ തന്നെ കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ കട്ട് വർക്ക്സ് ഫുൾ എന്നാ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസ് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം, ലൈനിങ് ഇതിന്റെ ബാക്കിൽ ലൈനിങ് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ ബ്ലൗസിന്റെ ലൈനിങ് ഇട്ട് തയ്ച്ചതുകൊണ്ട് കൈയിന്റെ പോർഷനിൽ നമ്മുടെ ബോഡി പോർഷൻ കാണും. ഇതുപോലെ ബോഡി പോർഷൻ കണ്ടിട്ടാണ്. അപ്പോൾ സ്ലീവിൽ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 10 മോട്ടീവ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഡിസൈൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇത് സ്ട്രൈപ്പ് സിൽക്കി കോട്ടയിലാണ് ഈ ഒരു ബ്ലൗസ് പീസ് വരുന്നത്. ഇത് നോർമൽ സിൽക്കി കോട്ട മെറ്റീരിയലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിൽക്കി കോട്ട വിത്ത് ബ്ലൗസ് പീസ് ഇതുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4000 റുപ്പീസാണ്. അപ്പം മറ്റേത് അത്രയും ഹെവി കട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ വില 3750 ഉള്ളൂ. ഇത് ഇത്രയും ചെയ്തിട്ട് 4000 ആണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ റേഞ്ച് ഡിഫറൻസ് ആണ്, പ്രൈസിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഒത്തിരി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇതിന് എപ്പോഴും വില കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ത്രെഡ് ഇട്ടിട്ട് മേളിൽ പലർക്കും അറിയില്ല വൈൻ കട്ട് വർക്കിൻ്റെ ഡിഫറൻസും സാധാ മെഷീൻ കട്ട് വർക്കിൻ്റെ ഡിഫറൻസും. അപ്പോൾ ഇത് പറഞ്ഞു തന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റിൽ കയറി പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. ഒന്നോടെ ഞാൻ സൈറ്റിൻ്റെ പേര് പറയുവാണ്, www.ammuscollections.com. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.